ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിസര പഠന ലക്ഷ്യങ്ങളും ഉള്ളടക്ക വ്യാപ്തിയും എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നോക്കാം. EVS പെഡഗോജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ്. ഓരോ വ്യക്തിയും പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക, പരിസ്ഥിതി പരിചാരകനാക്കുക എന്നീ മഹത്തായ ലക്ഷ്യങ്ങളാണ് പരിസ്ഥിതി വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് തന്നെ പ്രീവിയസ് ഇയറിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പരിസ്ഥിതി പഠനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കൊടുത്തിരുന്നു. കൂട്ടത്തിൽ പരിസ്ഥിതി പരിചാരകനാകുക എന്നുള്ള ആ ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതായിരുന്നു അവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓരോ വ്യക്തിയും പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക, പരിസ്ഥിതി പരിചാരകനാകുക എന്നീ മഹത്തായ ലക്ഷ്യങ്ങളാണ് പരിസ്ഥിതി വിദ്യാഭ്യാസം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം. അതായത് ഒന്നാമതായി പരിസ്ഥിതി സംബന്ധിച്ച അറിവുകളും ധാരണകളും വളരണം. രണ്ടാമതായി പരിസ്ഥിതി സൗഹൃദ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് ഉത്തരവാദിത്വത്തോടെ നടപ്പിലാക്കുന്നതിനും വേണ്ട മനോഭാവവും നൈപുണികളും വികസിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പരിസര പഠനത്തിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാടിനെയാണ് പരിസരം എന്ന് പറയുന്നത്. അപ്പോൾ പരിസര പഠനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളെപ്പോഴും പറയുന്നതാണ് പരിസര പഠനം, EVS എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാടിനെയാണ് പരിസരം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ പരിസ്ഥിതിയും ആയുള്ള വിനിമയം ആരംഭിക്കുന്നത് അവൻ്റെ തൊട്ടടുത്ത പരിസരങ്ങളായ കുടുംബം, വിദ്യാലയം, അയൽപക്കം തുടങ്ങിയവയിലൂടെയാണ്. അപ്പോൾ ഇതിൽ പരിസര പഠനത്തിൽ ശാസ്ത്ര പഠനം, സാമൂഹ്യ പഠനം എന്നിങ്ങനെ വേർതിരിച്ച് പഠിക്കുന്നില്ല. അവ പരസ്പര ബന്ധിതമായിട്ടാണ് നിലകൊള്ളുന്നത്. അതാണ് EVS. സാമൂഹികവും ശാസ്ത്രീയവുമായ സമീപനത്തിൽ അധിഷ്ഠിതമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ചുറ്റുപാടിനെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇതിനുള്ള അറിവും കഴിവും വികസിപ്പിച്ചു കൊണ്ട് മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പരിസ്ഥിതി സംബന്ധിയായ ശാസ്ത്രീയമായ അറിവുകളെ സാമൂഹിക ജീവിതത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മഹത്തായ നാളെ സൃഷ്ടിക്കാൻ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ കുട്ടികളെ പര്യാപ്തരാക്കുക എന്നതാണ് പരിസര പഠനത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുമുള്ള പാരസ്പര്യം കണ്ടെത്തുന്നതിനുള്ള അവസരം പരിസര പഠനത്തിലൂടെ ലഭ്യമാക്കണം. മനുഷ്യൻ്റെ ചുറ്റുപാടുമുള്ള സാമൂഹികവും സാമ്പത്തികവും ജീവശാസ്ത്രപരവും ഭൗതികവും രാസപരവുമായ ഘടകങ്ങളുടെ ആകെ തുകയാണ് പരിസ്ഥിതി. എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ ചുറ്റുപാടുമുള്ള സാമൂഹികവും സാമ്പത്തികവും ജീവശാസ്ത്രപരവും ഭൗതികവും രാസപരവുമായ ഘടകങ്ങളുടെ ആകെ തുകയാണ് പരിസ്ഥിതി. ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാടാണ് പരിസരം അല്ലെങ്കിൽ സറൗണ്ടിങ്. എൻവയോൺമെൻറ്റ് എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് പരിസരം എന്ന പദം രൂപപ്പെട്ടത്. എൻവയോൺമെൻറ്റ് എന്ന ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥം ടു സറൗണ്ട്. പരിസ്ഥിതി എന്താണ്? ജീവിയവും അജീവീയവുമായ ഘടകങ്ങളും അവ തമ്മിലുള്ള പരസ്പര ബന്ധവുമാണ് പരിസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതി എന്താണ്? ജീവിയവും അജീവീയവുമായ ഘടകങ്ങളും അവ തമ്മിലുള്ള പരസ്പര ബന്ധവുമാണ് പരിസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള പരിസ്ഥിതിയെ കുറിച്ചിട്ട് നോക്കാം. പ്രകൃതിദത്ത പരിസ്ഥിതി. ഭൂമിയിൽ പ്രകൃതിദത്തമായി നിലനിൽക്കുന്ന എല്ലാ ഘടകങ്ങളും കൂടിച്ചേർന്നതാണ് പ്രകൃതിദത്ത പരിസ്ഥിതി. ഭൂമിയിൽ പ്രകൃതിദത്തമായി നിലനിൽക്കുന്ന എല്ലാ ജീവീയ അജീവീയ ഘടകങ്ങളും കൂടിച്ചേർന്നതാണ് പ്രകൃതിദത്ത പരിസ്ഥിതി. പ്രകൃതിദത്ത പരിസ്ഥിതിയിലെ എല്ലാ ജീവികളും പരസ്പരവും അതോടൊപ്പം മറ്റ് ജീവീയ അജീവീയ ഘടകങ്ങളുമായും ബന്ധം പുലർത്തുന്നു. പ്രകൃതിദത്ത പരിസ്ഥിതിയിലെ എല്ലാ ജീവികളും പരസ്പരവും അതോടൊപ്പം മറ്റ് ജീവീയ അജീവീയ ഘടകങ്ങളുമായും ബന്ധം പുലർത്തുന്നു. അവിടെ അജീവീയ ഘടകങ്ങളുമായും എന്നുകൂടെ ഉണ്ട്.
അപ്പോൾ പ്രകൃതിദത്ത പരിസ്ഥിതിക്ക് ഉദാഹരണമാണ് കുളം. പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇതിൽ പീഠഭൂമി, കര, ജലം, വായു, പ്രകൃതി വിഭവങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രം, മരുഭൂമി, ആവാസ വ്യവസ്ഥകൾ, ജീവജാലങ്ങൾ, ഇതൊക്കെ പ്രകൃതിദത്ത പരിസ്ഥിതിയാണ്. പ്രകൃതിദത്ത പരിസ്ഥിതിക്ക് ഉത്തമ ഉദാഹരണമാണ് കുളം. അപ്പോൾ ഈ കുളത്തിൽ ജീവിയ അജീവീയ ഘടകങ്ങളും കൂടെ ഉണ്ടാവുക തമ്മിലുള്ള, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകൃതിദത്ത പരിസ്ഥിതിയിലെ എല്ലാ ജീവികളും പരസ്പരവും അതോടൊപ്പം മറ്റ് ജീവിയ അജീവീയ ഘടകങ്ങളുമായും ബന്ധം പുലർത്തുന്നു. അപ്പോൾ കുളത്തിൽ എങ്ങനെയാണ്? ഇവിടെ അജീവീയ ഘടകങ്ങളായ പ്രകാശം, മണ്ണ്, ഊഷ്മാവ്, ജലം തുടങ്ങിയവയും ജീവിയ ഘടകങ്ങളായ പ്ലവകങ്ങൾ, സൂക്ഷ്മ ജലസസ്യങ്ങൾ, മറ്റ് സസ്യങ്ങൾ, മത്സ്യം, തവള തുടങ്ങിയ ജന്തുക്കൾ, വിഘാടകരായ സൂക്ഷ്മജീവികൾ എന്നിവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്ക് ഫുഡ് ചെയിനിനെ പറ്റിയൊക്കെ അറിയാം അല്ലേ? അപ്പോൾ ജീവിയ അജീവീയ ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുളത്തിൽ. അപ്പോൾ അതിൽ അജീവീയ ഘടകമായ പ്രകാശം, മണ്ണ്, ഊഷ്മാവ്, ജലം തുടങ്ങിയവയും ജീവിയ ഘടകങ്ങളായ പ്ലവകങ്ങൾ, സൂക്ഷ്മജലസസ്യങ്ങൾ, മറ്റ് സസ്യങ്ങൾ, മത്സ്യം, തവള തുടങ്ങിയ ജന്തുക്കൾ ഇവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രകൃതിദത്ത പരിസ്ഥിതി അതിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും പിന്നീട് മനുഷ്യനിർമ്മിത പരിസ്ഥിതിയായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രകൃതിദത്ത പരിസ്ഥിതി അതിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കുളം മണ്ണിട്ട് നികത്തിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും ഒരു വീട് വെക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പ്രകൃതിദത്ത പരിസ്ഥിതി അതിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും പിന്നീട് അത് മനുഷ്യനിർമ്മിത പരിസ്ഥിതി ആയി മാറുകയും ചെയ്യും. മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ്. എന്താണ് മനുഷ്യനിർമ്മിത പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ? മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത പരിസ്ഥിതി രൂപം കൊള്ളുന്നത് മനുഷ്യൻ പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ വരുത്തുന്ന രൂപാന്തരത്തിലൂടെയാണ്. കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മളുടെ ഒരുപാട് പാടങ്ങൾ, കൃഷിയിടങ്ങളൊക്കെ മനുഷ്യന്മാർ മാറ്റിയിട്ട് അവിടെ സ്കൂളുകൾ, ഹോസ്പിറ്റൽ, വീടുകൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യനിർമ്മിത പരിസ്ഥിതി രൂപം കൊള്ളുന്നത് മനുഷ്യൻ പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ വരുത്തുന്ന രൂപാന്തരത്തിലൂടെയാണ്. കൃഷിയിടങ്ങളും പട്ടണങ്ങളും ഇവയ്ക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ പ്രകൃതിദത്ത പരിസ്ഥിതി അതിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും പിന്നീട് മനുഷ്യനിർമ്മിത പരിസ്ഥിതിയായി മാറുകയും ചെയ്യുന്നു. മനുഷ്യവാസയോഗ്യമായി നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം മനുഷ്യനിർമ്മിത പരിസ്ഥിതികൾക്ക് നിരന്തര ശ്രദ്ധയും മേൽനോട്ടവും ആവശ്യമാണ്. കൂടാതെ ഇവയുടെ നിലനിൽപ്പ് വലിയൊരളവ് ഊർജ സ്രോതസ്സുകളെയും അസംസ്കൃത വസ്തുക്കളെയും മറ്റ് സാമഗ്രികളെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യനിർമ്മിത പരിസ്ഥിതിക്ക് ഉദാഹരണം വീട്, വസ്ത്രം, വാഹനങ്ങൾ, ഉപകരണങ്ങൾ, ആശയവിനിമയ ഉപാധികൾ, ഔഷധങ്ങൾ തുടങ്ങിയവയൊക്കെയാണ്. ഇനി നെക്സ്റ്റ് സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഒരു സമൂഹത്തിൽ പൊതുവായി കണ്ടുവരുന്നതോ നിലനിൽക്കുന്നതോ ആയ ഒരു കൂട്ടം വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുമാറ്റ രീതികളും കൂടി ചേർന്നതാണ് സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. ഓരോ വ്യക്തിയുടെയും വളർച്ച, കാഴ്ചപ്പാട്, വ്യക്തിത്വം എന്നിവയ്ക്ക് രൂപം നൽകുന്നത് ആ വ്യക്തിയുടെ സാംസ്കാരിക പരിസ്ഥിതിയാണ്. ഈ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതിക്ക് എക്സാമ്പിളാണ് ആചാരാനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സാമ്പത്തികം, സാമൂഹ്യ മൂല്യങ്ങൾ, രാഷ്ട്രീയം തുടങ്ങിയവ. ഇനി നമുക്ക് ഈ പ്രധാനപ്പെട്ട ടോപ്പിക്കായ പരിസര പഠന ലക്ഷ്യങ്ങളും ഉള്ളടക്ക വ്യാപ്തിയും എന്നതിനെക്കുറിച്ച് നോക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു സെൻറ്റൻസാണിത്. എന്താണ് പരിസര പഠനം എന്ന് പറഞ്ഞാൽ? പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുന്നതാണ് പരിസര പഠനം. പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ
പരിസരത്തിന് വേണ്ടി പഠിക്കുന്നതാണ് പരിസര പഠനം. EVS is the study of environment through environment for environment. ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്? ഈ ഒരു സെൻറ്റൻസ് തരും, എന്നിട്ട് ഈ പരിസരത്തെക്കുറിച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് ചോദിക്കും. പരിസരത്തിലൂടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നായിരിക്കും വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവുക. അതേപോലെ ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് പരിസരത്തിന് വേണ്ടി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്, ഇങ്ങനെയാണ് മിക്കവാറും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ പരിസരത്തെക്കുറിച്ച് ഇത് അടിവര ഇട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കേണ്ട പോയിൻറ്റ്സാണ്. പരിസരത്തെക്കുറിച്ച് എന്നത് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു. പരിസരത്തെക്കുറിച്ച് എന്നത് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു. അതായത് പ്രകൃതിദത്ത പരിസരം എന്താണ്? ചുറ്റുപാട്, സസ്യങ്ങൾ, ജന്തുക്കൾ, നദികൾ, സൗരയൂഥം, കാലാവസ്ഥ തുടങ്ങിയവയൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു. 3 തരത്തിലുള്ള ഈ ഒരു മനുഷ്യനിർമ്മിത പരിസരത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. പരിസരത്തിലൂടെ എന്നത് എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? പരിസരത്തെ തന്നെ പഠനോപകരണമാക്കി എടുത്തുകൊണ്ട് പരിസര പഠനം സാധ്യമാക്കണമെന്ന് സൂചിപ്പിക്കുന്നു. പരിസരത്തെക്കുറിച്ച് എന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കം. ഇങ്ങനെ തന്നെ ആയിരിക്കും ഓപ്ഷൻ ചോദിക്കുക. കുറേ 3-4 ഓപ്ഷൻസിൻ്റെ കൂട്ടത്തിൽ ഉള്ളടക്കം ഉണ്ടാവും. പരിസരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരിസരത്തിലൂടെ എന്നത് എന്താണ്? പരിസരത്തെ തന്നെ പഠനോപകരണമാക്കി എടുത്തുകൊണ്ട് പരിസര പഠനം സാധ്യമാക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ പരിസരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞത് ഉള്ളടക്കമെന്ന് പറഞ്ഞു. പരിസരത്തെക്കുറിച്ച് എന്നത് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ? പ്രകൃതിദത്ത പരിസരം, മനുഷ്യനിർമ്മിത പരിസരം, സാമൂഹ്യ പരിസരം, ഇതൊക്കെ കൂടിയതാണ് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കം. ഇനി പരിസരത്തിലൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസരത്തെ തന്നെ പഠനോപകരണമാക്കി എടുത്തുകൊണ്ട് പരിസര പഠനം സാധ്യമാക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 5E പറഞ്ഞിരുന്നു, അന്വേഷണാത്മക പഠന മാതൃകകൾ. അതിൻ്റെ 5E പറഞ്ഞിരുന്നു. ഇപ്പോൾ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എലാബറേറ്റ്, ഇവാലുവേറ്റ്, ഇതൊക്കെ നമ്മൾ ഈ 5E നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിസരത്തിലൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസരത്തെ തന്നെ പഠനോപകരണമാക്കി എടുത്തുകൊണ്ട് പരിസര പഠനം സാധ്യമാകുന്നതാണ് പരിസരത്തിലൂടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ലക്ഷ്യം മുൻനിർത്തി പരിസര പഠനത്തിൽ 5E ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന പഠന പ്രക്രിയയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക. അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പരിസരത്തിൻ്റെ 5E ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന പഠന പ്രക്രിയയാണ് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് പരിസരത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ? കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് പരിസരത്തിന് വേണ്ടി എന്നത്. പരിസരത്തിന് വേണ്ടി എന്നത് കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അതായത് നമ്മുടെ പരിസരവും സസ്യജന്തുജാലങ്ങളും പ്രകൃതി വിഭവങ്ങളും നശിച്ചു പോകാതെയും മലിനപ്പെടാതെയും സൂക്ഷിക്കുന്നതിൽ നിരന്തരം ശ്രദ്ധിക്കുന്ന പരിസ്ഥിതി പരിചാരകനായി കുട്ടി ഭാവിയിൽ മാറണം. അതുതന്നെയാണ് EVS പഠനത്തിൻ്റെ ലക്ഷ്യം. നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ എൻവയോൺമെൻറ്റ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിശാല ലക്ഷ്യം മുൻനിർത്തിയാവണം ഓരോ പരിസര പഠന ക്ലാസ്സും മുന്നേറേണ്ടത്. അത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? എന്ത് പഠിക്കണം എന്നതിലല്ല, എങ്ങനെ പഠിക്കണം എന്നതിലാണ് പരിസര പഠനം ഊന്നൽ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം എന്നതിലല്ല, എങ്ങനെ പഠിക്കണം എന്നതിലാണ് പരിസര പഠനം ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഈ പ്രകൃതിദത്ത പരിസരത്തിൽ നമ്മൾ പറഞ്ഞു ചുറ്റുപാട്, സസ്യങ്ങൾ, ജന്തുക്കൾ, നദികൾ, കാലാവസ്ഥ മുതലായവ.
മനുഷ്യനിർമ്മിത പരിസരം, റോഡുകൾ, ഉപകരണങ്ങൾ, വാഹനങ്ങൾ മുതലായവ. ഒന്നും കൂടെ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സാമൂഹ്യ പരിസരം എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ആഘോഷങ്ങൾ മുതലായവ. പരിസര പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചുറ്റുപാടുകളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ കഴിയുക, മെച്ചപ്പെടലിന് വേണ്ടി പരിശ്രമിക്കുക, കൗതുകം, ജിജ്ഞാസ, നിരീക്ഷണ പാടവം പരിപോഷിപ്പിക്കുക, ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗം തടയുക, അതുപോലെ തന്നെ പ്രകൃതിയിലെ പരസ്പരാശ്രയത്വം തിരിച്ചറിയുക. ഇപ്പം നമ്മൾ പറഞ്ഞ ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ തമ്മിലുള്ള ആ ഒരു ആശ്രയത്വം തിരിച്ചറിയുക. ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ പരിസ്ഥിതി പരിചാരകനായി കുട്ടിയെ മാറ്റുക എന്നതാണ് പരിസ്ഥിതി പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി നമുക്ക് പരിസര പഠന പാഠ്യപദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ നോക്കാം. ഇപ്പം ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ചുറ്റുപാടിൽ നിന്നും പഠിക്കാനുള്ള നൈസർഗികമായ കഴിവുകളോടെയാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ലോകത്തെ പുതിയ രീതിയിൽ നോക്കിക്കാണാനും മനസ്സിലാക്കാനും ഇടപഴകാനും വിലയിരുത്താനുമുള്ള സാധ്യതകളാണ് വിദ്യാലയത്തിലെ ഔപചാരിക പഠനം വഴി കുട്ടിക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമ്മൾ ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായ പഠന രീതിയാണ് പാഠ്യപദ്ധതിയുടെ ആസ്ഥാനം. പഠിതാവിൻ്റെ ആർജിതമായ അറിവിനെയും ആശയ പരിസരത്തെയും പരിഗണിച്ചുകൊണ്ട് ഫലപ്രദമായ പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിലാണ് സ്വാഭാവികമായ അറിവ് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉദ്ദേശമൊക്കെ വെച്ചുകൊണ്ട് പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രക്രിയാബന്ധിതം, ക്രമീകൃതമായ വിവിധ പ്രവർത്തന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കുട്ടി ഒരാശയം സ്വാംശീകരിക്കുന്നത്, ഒരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഒരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നു, ഊഹം രേഖപ്പെടുത്തുന്നു, വിവരശേഖരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, വിവരങ്ങളുടെ വിശകലനം നടത്തി നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ശരിയായ നിഗമനം ആശയ രൂപീകരണത്തിലേക്കും അറിവിൻ്റെ നിർമ്മാണത്തിലേക്കും നയിക്കുന്നു. ഇതാണ് പ്രക്രിയാബന്ധത്തിൽ അധിഷ്ഠിതമായ പരിസര പഠന ക്ലാസ്. ഇപ്പോൾ പ്രക്രിയാബന്ധിതം എന്ന് പറഞ്ഞാൽ ക്രമീകൃതമായ വിവിധ പ്രവർത്തന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കുട്ടി ഒരാശയം സ്വാംശീകരിക്കുന്നത്, ഒരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നു, ഊഹം രേഖപ്പെടുത്തുന്നു, വിവരശേഖരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, വിവരങ്ങളുടെ വിശകലനം നടത്തി നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ആ ശരിയായിട്ടുള്ള നിഗമനമാണെങ്കിൽ അത് എവിടേക്ക് നയിക്കും? ആശയ രൂപീകരണത്തിലേക്കും അറിവിൻ്റെ നിർമ്മാണത്തിലേക്കും നയിക്കുന്നു. പ്രക്രിയാബന്ധിത പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലുള്ള അന്വേഷണാത്മക പഠന രീതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 5E പഠന രീതിയാണ് ശാസ്ത്ര പഠനത്തിൽ ഉപയോഗിക്കുന്നത്. ആ 5Es വിശദമായിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പ്രവർത്തനാധിഷ്ഠിതം. പരിസര പഠന ക്ലാസ് പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം. ക്ലാസ്സിനകത്തും പുറത്തുമായി നേരിട്ടുള്ള അനുഭവങ്ങൾ ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളിലൂടെ കുട്ടിക്ക് ആശയങ്ങൾ ആർജിക്കാൻ കഴിയുന്നു, സ്വയം പഠനം സാധ്യമാകുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന അറിവ് സ്ഥിരതയുള്ളതും സമഗ്രവുമായിരിക്കും. പരിസര പഠന പാഠപുസ്തകത്തിൽ അറിവിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഒരുപാട് നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്ലാസ്സിനകത്തും പുറത്തുമായി നേരിട്ടുള്ള അനുഭവങ്ങൾ ലഭ്യമാകുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടിക്ക് ആശയങ്ങൾ ആർജിക്കാൻ കഴിയുന്നു, സ്വയം പഠനത്തിന് ഈ രീതി സഹായിക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന അറിവ് സ്ഥിരതയുള്ളതും സമഗ്രവുമായിരിക്കും. സഹകരണാത്മകത, സർഗാത്മകത എന്നിവ പരിപോഷിപ്പിക്കുകയും ചെയ്യും. ഇനി അടുത്തത് ശിശു കേന്ദ്രീകൃതം, ചൈൽഡ് സെൻറ്റേർഡ് പരിസര പഠന ക്ലാസ് അല്ലെങ്കിൽ പരിസര പഠന രീതി ശിശു കേന്ദ്രീകൃതമായിരിക്കണം. പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, ഇതേ ഭാഗത്തുനിന്ന് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പ്രക്രിയാബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം ഇങ്ങനെയൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ട് ഈ ഒരു സെൻറ്റൻസാണ് കൊടുത്തിരുന്നത്. പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, സർഗാത്മകത, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് അവസരം നൽകി പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതിയാണ്. ഈ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷന്
ശിശു കേന്ദ്രീകൃതമാണ്. ഇപ്പോൾ പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, സർഗാത്മകത, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് അവസരം നൽകി പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതിയാണ് ശിശു കേന്ദ്രീകൃതം. കുട്ടികളുടെ താൽപ്പര്യം, പഠന വേഗത, പഠന ശൈലി എന്നിവയും പരിഗണിക്കുന്നു. പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, സർഗാത്മകത, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് അവസരം നൽകി പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്നു. അവരുടെ താൽപ്പര്യം, പഠന വേഗത, പഠനശൈലി എന്നിവയും പരിഗണിക്കുന്നു. കുട്ടിക്ക് കൂടുതൽ പങ്കാളിത്തം നൽകി അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാൻ അവസരം നൽകുമ്പോൾ പോരായ്മകളും മികവുകളും അവൻ സ്വയം കണ്ടെത്തുന്നു. ആത്മവിശ്വാസം വളരുകയും ചെയ്യുന്നു. അതാണ് ശിശു കേന്ദ്രീകൃത പഠനത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഗുണം. ഇനി അടുത്തത് എന്താണ് പരിസരബന്ധിതം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഭൗതിക സാമൂഹിക പരിസരങ്ങൾ ഉള്ളടക്കമായും മാധ്യമമായും സ്വീകരിക്കുന്നു. അപ്പോൾ പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? കുട്ടിയുടെ ഭൗതിക സാമൂഹിക പരിസരങ്ങൾ. പരിസര പഠനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിനു വേണ്ടി പഠിക്കുന്നതാണ് പരിസര പഠനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടിയുടെ ഭൗതിക സാമൂഹിക പരിസരങ്ങൾ ഉള്ളടക്കമായും മാധ്യമമായും സ്വീകരിക്കുന്നു. പഠന വസ്തു പരിസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പരിസരത്തോട് സംവദിക്കുന്നതും ഇടപെടുന്നതുമായിരിക്കും പഠന രീതി. അതാണ് നമ്മൾ പറഞ്ഞത്. പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുന്നതാണ് പരിസര പഠനം. പരിസരബന്ധിതം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഭൗതിക സാമൂഹിക പരിസരങ്ങൾ ഉള്ളടക്കമായും മാധ്യമമായും സ്വീകരിക്കുന്നു. പഠന വസ്തു പരിസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പരിസരത്തോട് സംവദിക്കുന്നതും ഇടപെടുന്നതുമായിരിക്കും പഠന രീതി. പരിസ്ഥിതിയെ സ്വാഭാവികമായി നിലനിർത്താനുള്ള മനോഭാവം വളരുന്നതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏർപ്പെടാനും കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. ചാക്രികാരോഹണ രീതി എന്ന് പറഞ്ഞാൽ ജെറോം എസ് ബ്രൂണറാണ് ചാക്രികാരോഹണം എന്ന കാഴ്ചപ്പാട് ആദ്യമായി അവതരിപ്പിച്ചത്. അനുഭവങ്ങളുടെ പുനരാവിഷ്കരണം പഠനം കൂടുതൽ മികവുറ്റതാക്കും. ഓരോ ഘട്ടത്തിലും കുട്ടി പ്രവർത്തനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നു. ജെറോം എസ് ബ്രൂണറാണ് ചാക്രികാരോഹണം എന്ന കാഴ്ചപ്പാട് ആദ്യമായി അവതരിപ്പിച്ചത്. അനുഭവങ്ങളുടെ പുനരാവിഷ്കരണം പഠനം കൂടുതൽ മികവുറ്റതാക്കും. ഓരോ ഘട്ടത്തിലും കുട്ടി പ്രവർത്തനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നു. ധാരണകൾ വിപുലീകരിച്ചു കൊണ്ടും പുതിയ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർത്തും അറിവിൻ്റെ ഉയർന്ന പടവുകളിലേക്ക് കുട്ടി കയറുകയും ചെയ്യുന്നു. ഇനി പ്രാദേശിക സാധ്യത എന്താണ് പരിസര പഠനത്തിൻ്റെ? പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ, ശാസ്ത്രജ്ഞന്മാർ, കൃഷിക്കാർ, സ്വാതന്ത്ര്യ സമര ഭടന്മാർ, സ്മാരകങ്ങൾ, ജൈവ വൈവിധ്യങ്ങൾ തുടങ്ങിയവയെ പഠനത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. കുട്ടി നേടുന്ന അറിവിനേക്കാൾ കുട്ടി കടന്നു പോകുന്ന പ്രക്രിയക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പഠന രീതിയാണ് ഇത്. പ്രാദേശിക സാധ്യതകളെ പഠന സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് പ്രാദേശിക സാധ്യത എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ, ശാസ്ത്രജ്ഞന്മാർ, കൃഷിക്കാർ, സ്വാതന്ത്ര്യ സമര ഭടന്മാർ, സ്മാരകങ്ങൾ, ചരിത്രാവശിഷ്ടങ്ങൾ, ജൈവ വൈവിധ്യങ്ങൾ തുടങ്ങിയവയെ പഠനത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ കുട്ടി നേടുന്ന അറിവിനേക്കാൾ കുട്ടി കടന്നു പോകുന്ന പ്രക്രിയക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പഠന രീതിയാണിത്. ഓരോ കുട്ടിക്കും സ്വന്തം പ്രദേശത്തെക്കുറിച്ചിട്ടും സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാനും കഴിയണം. അതിനനുസരിച്ചിട്ടുള്ള പഠന രീതിയാണ് പരിസര പഠനം ഉൾക്കൊള്ളുന്നത്. ജീവിത നൈപുണികളുടെ പോഷണം പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നു. പരിസര പഠന പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നു. സ്വയം അറിയൽ, സ്വന്തം കഴിവുകളും പരിമിതികളെയും കുറിച്ച് ധാരണ, അനുതാപം, സ്വന്തം കഴിവുകളെയും പരിമിതികളെയും കുറിച്ച് ധാരണ, അനുതാപം, ആശയവിനിമയം, വിമർശനാത്മക ചിന്ത, തീരുമാനമെടുക്കൽ, പ്രശ്നപരിഹാരം, വൈകാരിക പൊരുത്തപ്പെടൽ, മാനസിക പിരിമുറുക്കവുമായി പൊരുത്തപ്പെടൽ തുടങ്ങിയ ജീവിത നൈപുണികളുടെ വികാസം പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നു. ഇനി അടുത്തത് ഉദ്ഗ്രഥിതം. ഈ ഭാഗത്തു നിന്ന് മുൻവർഷങ്ങളിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഉദ്ഗ്രഥിത സമീപനം വ്യത്യസ്ത വിഷയങ്ങളെ സമന്വയിപ്പിച്ച് കുട്ടിയുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ആശയമേഖലകളെ
അടിസ്ഥാനമാക്കി പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥിത സമീപനം. അറിവിൻ്റെ സമഗ്രതയ്ക്കും ബുദ്ധിയുടെ ബഹുമുഖ വികാസത്തിനും പഠനാനുഭവങ്ങൾ സഹായകരമാകും. അപ്പോൾ വ്യത്യസ്ത വിഷയങ്ങളെ സമന്വയിപ്പിച്ച് കുട്ടിയുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ആശയമേഖലകളെ അടിസ്ഥാനമാക്കി പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥിത സമീപനം എന്ന് പറഞ്ഞാൽ. അറിവിൻ്റെ സമഗ്രതയ്ക്കും ബുദ്ധിയുടെ ബഹുമുഖ വികസനത്തിനും ഉദ്ഗ്രഥിത പഠനാനുഭവങ്ങൾ സഹായിക്കും. ഈ രീതികളൊക്കെ ഇതൊക്കെ നിങ്ങൾ ഈ പരിസര പഠനത്തിൻ്റെ ലക്ഷ്യങ്ങളും ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കുട്ടി തൻ്റെ പരിസരത്തെക്കുറിച്ച് അറിയുന്നത്. അതായത് കാണുക, കേൾക്കുക, അറിയുക, അങ്ങനത്തെ കാര്യങ്ങൾ. എന്തിനെക്കുറിച്ചും അറിയാനുള്ള ജിജ്ഞാസയും കൗതുകവും കുട്ടികളിലുണ്ട്. അപ്പോൾ കുട്ടിയുടെ പരിസരവും പ്രകൃതിയും തന്നെയാണ് കുട്ടിയുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. ഇവിടെ കാണാനും കേൾക്കാനും ചോദിച്ചറിയാനും കുട്ടിക്ക് ധാരാളം അവസരങ്ങൾ നമ്മൾ നൽകണം. അതിലൂടെ ആശയങ്ങൾ ആർജിക്കാനും പ്രക്രിയാശേഷികൾ വികസിക്കാനും സഹായകമാകുന്നതോടൊപ്പം കുട്ടികളുടെ പ്രകൃതത്തെ മാനിക്കുവാനും പരിസരത്തെ സ്നേഹിക്കുവാനും സംരക്ഷിക്കാനുമുള്ള മനോഭാവം രൂപപ്പെടുത്താനും കഴിയും. അനുഭവങ്ങളാണ് കുട്ടിയെ പുതിയ പുതിയ അന്വേഷണത്തിലേക്ക് നയിക്കുന്നത്. സാഹചര്യങ്ങളാണ് അതിനായി ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അധ്യാപികയുടെ പ്രധാനപ്പെട്ട ഒരു റോളെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഈ പഠനത്തിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ കൂടുതൽ ആശയങ്ങൾ ആർജിക്കാനും പ്രക്രിയാശേഷികൾ വികസിക്കാനും സഹായമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അധ്യാപകർ ചെയ്യേണ്ടത്. അറിവ് നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുന്നതാവണം പാഠ്യപദ്ധതിയും പാഠപുസ്തകവും. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് അവസരം നൽകിക്കൊണ്ട് പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, പ്രക്രിയാബന്ധിതം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റൂലേ. പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് അവസരം നൽകിക്കൊണ്ട് പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതിയാണ് ശിശു കേന്ദ്രീകൃതം. അനുഭവപ്പെടുന്ന ഒരു പ്രശ്നത്തിന് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നിഗമനത്തിലെത്തുന്ന പഠന സമീപനം ഏതാണ്? പ്രക്രിയാബന്ധിതം, പരിസരബന്ധിതം, ചാക്രികാരോഹണം, ഉദ്ഗ്രഥിത സമീപനം. അതാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകണം. അനുഭവപ്പെടുന്ന ഒരു പ്രശ്നത്തിന് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നിഗമനത്തിലെത്തുന്ന പഠന സമീപനമാണ് പ്രക്രിയാബന്ധിത സമീപനം, പ്രോസസ് ബേസ്ഡ് അപ്രോച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തിനു വേണ്ടി എന്നത് അർത്ഥമാക്കുന്നതെന്ത്? അപ്പോൾ നമ്മൾ പറഞ്ഞു പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനം അല്ലേ, അതാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തിനു വേണ്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? പരിസരത്തിനു വേണ്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുട്ടികളിൽ അനുഭവപ്പെടേണ്ട മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? മനോഭാവമാണ് പരിസരത്തിനു വേണ്ടി എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. പരിസരത്തിനു വേണ്ടി എന്നത് കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ മനോഭാവം. ഇനി എന്താണ്? പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തിലൂടെ എന്നത് സൂചിപ്പിക്കുന്നത് എന്ത്? പരിസരത്തിലൂടെ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇപ്പോൾ പരിസരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കം. പരിസരത്തിലൂടെ എന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? പരിസരത്തെ തന്നെ പഠനോപകരണമാക്കി എടുത്തുകൊണ്ട് പരിസര പഠനം സാധ്യമാക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരിസര പഠനത്തിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ. പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് എന്താണ്? പരിസരത്തെ കുറിച്ച് എന്നതാണ് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കം. കുട്ടി ആർജിക്കേണ്ട മൂല്യങ്ങൾ, മനോഭാവങ്ങൾ ഇതൊക്കെ എന്താണ്? പരിസരത്തിനു വേണ്ടിയാണ്.
ഇതിൽ പരിസരത്തിലൂടെ എന്നത് സൂചിപ്പിക്കുന്നത് പ്രക്രിയാശേഷികളാണ്. പരിസരത്തിലൂടെ എന്നത് സൂചിപ്പിക്കുന്നത് പ്രക്രിയാശേഷികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓൾ ദ ബെസ്റ്റ്.